ശ്രീ പി എം നിയാസ്, നിങ്ങളുടെ സമരം കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരണം എന്ന് തോന്നുന്നു കേട്ടോ. അത് കേന്ദ്രീകൃതമായിട്ട് വരുന്നില്ല. നിങ്ങൾ ഡൽഹിയിൽ പോയി സമരം നടത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇവിടെ ഈ മന്ത്രി പറയുന്ന ഓരോ വാചകങ്ങളും അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളതാണ്, പരിഹസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അത്ര ശക്തമായിട്ട് ഈ വിഷയം ഉന്നയിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഡൽഹിയിലെ സമരം കണ്ടു, അതിന്റെ വിഷ്വൽസും കണ്ടിരുന്നു. നോക്കൂ, നമ്മൾ ഇക്കാര്യത്തില് ഈ വനം കേരളത്തിൽ ഉള്ള വനത്തിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ വലിപ്പം, അത് ഇപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വനത്തിന്റെ വലിപ്പം കൂടിയതോ ചെറുതായതോ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 29%. ഇന്ത്യയിലെ വനങ്ങളിൽ 29%. കേരളത്തിൽ 11,309 ചതുരശ്ര കിലോമീറ്റർ വനമാണ് കേരളത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ആ വനവും വനത്തിലുള്ള മൃഗങ്ങളും ഒക്കെ കാലാകാലം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്? ഇപ്പൊ സംഭവിക്കുന്നത് വനത്തിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് കേരള ഗവൺമെന്റിനും വനം വകുപ്പിന്റെയും ഉത്തരവാദിത്തമാണ്. എന്താണ് ആവാസ കേന്ദ്രം? ഞാൻ കുറച്ചു കാലം ഫോറസ്റ്റ് ട്രിബ്യൂണലില് ഗവൺമെന്റ് ബീഡറായി വർക്ക് ചെയ്തിരുന്നു. അക്കാലത്ത് വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളിൽ നേരിട്ട് പോയി കാണുവാനും ഒക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള ഒരു അക്രമം ആനകളുടേതാണ്. എന്താണ് ആനകൾക്ക് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം എന്ന് മന്ത്രി പറയുന്നത് പോലെയുള്ള വസ്തുതയല്ല. ആനകൾക്ക് ആനയുടെ ആവാസ വ്യവസ്ഥയിൽ ആനത്താര എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി തന്നെ കേരളത്തിലുണ്ടായിരുന്നു. ആനകളുടെ വഴി, ആന ആ വഴിയിലൂടെ പോവുള്ളൂ. ആ വഴിയിലൂടെ വന്ന് അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിനുള്ള സംവിധാനങ്ങൾ, അതുപോലെ അവർക്ക് ആവശ്യമായ ഭക്ഷണ ക്രമീകരണങ്ങൾക്കുള്ള സാധനങ്ങൾ നട്ടുപിടിപ്പിച്ച് അതെല്ലാം ഈ കാട്ടിനുള്ളിൽ തന്നെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതുണ്ടാകുമായിരുന്നില്ല. ഇന്ന് ആനത്താരകളെല്ലാം കയ്യേറ്റ ഭൂമികളായി, അല്ലെങ്കിൽ അവിടെ റോഡുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി ആനത്താര എല്ലാം ഇന്ന് തടസ്സപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആനകൾ ആനത്താരയിൽ നിന്നും മാറി മറ്റു മേഖലയിലേക്ക് കടന്നു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മന്ത്രിയും സംസ്ഥാന സർക്കാരും ഒക്കെ പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്ന ആ നിയമമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ്. 1972 അതും ഒരു വസ്തുതയാണല്ലോ. അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ഒരൊറ്റ കണക്ക് സർക്കാർ കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞ ഒരൊറ്റ കണക്ക് ഞാൻ പറയാം. 2018-19 സർക്കാർ വന്യമൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുകയാണ് 6.28 കോടി കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ ആനത്താര ഉൾപ്പെടെയുള്ള വികസനത്തിനും അതുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾക്കുമാണ് അത് ചെലവഴിച്ചത്. എന്നാൽ 2022-23 എന്നാൽ 3 കൊല്ലം കഴിഞ്ഞപ്പോ അതേ സർക്കാർ ബഡ്ജറ്റിൽ വെച്ചത് 3.1 കോടിയാണ്. എന്ന് പറഞ്ഞാൽ വനം വകുപ്പില് വനത്തിനുള്ളിൽ ചെയ്യേണ്ട നിർമ്മാണ പ്രവൃത്തികളും ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും വനങ്ങളിൽ മൃഗങ്ങളെ തടഞ്ഞു നിർത്തുവാനുള്ള ആവശ്യമായ പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണം പോലും അനുവദിക്കുന്നില്ല. അതിന് ഉത്തരവാദിത്തം ആരാണ്? ഇവിടെ കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കേന്ദ്രം ഇക്കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാം. 2-3 കാര്യങ്ങൾ കേരള ഗവൺമെന്റ് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് കേന്ദ്രം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല? ആ നടപ്പിലാക്കാത്ത കാര്യം അവിടെയുണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ, നമ്മുടെ ഇവിടെ ഇക്കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അക്രമം ഉണ്ടാവുന്നത് കാട്ടുപന്നിയാണ്. കാട്ടുപന്നിയുടെ 5ാം പട്ടികയിൽ, വന്യജീവി നിയമത്തിലെ 5ാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. കേന്ദ്രം അത് തീരുമാനിച്ചില്ല എന്ന് മാത്രമല്ല, മടക്കി അയച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രകാരം നടപടി എടുക്കണമെന്ന് പറഞ്ഞു അവർ മടക്കി അയച്ചു. വീണ്ടും കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ഭംഗിയായി വീണ്ടും ആവശ്യപ്പെട്ടത് എന്താ സ്ഥിതി? ഇന്നും അത് നടപ്പിലാക്കാതെ മുന്നോട്ട് പോയിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോ ആകെ 12 പേർക്കാണ് ഹൈക്കോടതിയുടെ വിധി പ്രകാരം 12 പേർക്കാണ് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും വനത്തിന് നമുക്കറിയാം 30 ലക്ഷം ആളുകളാണ് ജനങ്ങൾ വനത്തിന്റെ അതിർത്തിയിൽ താമസിച്ചു വരുന്നത്. ഈ 30 ലക്ഷം ആളുകളും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ഒന്ന് കാട്ടുപന്നിയാണ്. കാട്ടുപന്നിയെ വെടിവെക്കുവാൻ പോലും, അതും മനുഷ്യനെ കൊല്ലുന്ന കാട്ടുപന്നിയെ വെടിവെക്കാൻ പോലും ഉള്ള സൗകര്യം കേരള ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്ത ഞാനിത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 8,000 പേര് 2016 മുതൽ 8,000 പേർക്ക് പരിക്ക് പറ്റിയ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. 2016 മുതൽ 1000-ഓളം ആളുകൾ മരണപ്പെട്ടുവെന്ന് കേരള നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി പറയുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു. ഈ സാഹചര്യങ്ങൾ ഇപ്പൊ വളരെ ഉദാസീനമായി. ഞാൻ ഒരു വനം വകുപ്പ് മന്ത്രിയെ മാത്രം ഇക്കാര്യത്തിൽ കുറ്റം പറയുന്നില്ല. വനം വകുപ്പ് മന്ത്രിക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ
കേരളത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്യണം? കേരളത്തിൽ ഒന്നുകിൽ അദ്ദേഹത്തെ മാറ്റുക, അല്ലെങ്കിൽ പറ്റുന്ന ഒരാളെ വെക്കുക, അല്ലെങ്കിൽ വനംവകുപ്പിലെ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ലെവൽ അത് കൈകാര്യം ചെയ്യുക. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഈ തീരുമാനം അനുസരിപ്പിച്ച് കൊണ്ടുപോകാൻ, സമരം ചെലുത്തുവാൻ കേരളത്തിലെ ഗവൺമെന്റ് സാധിക്കുന്നില്ല? ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയമായി BJP ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ശ്രീജിത്ത് പണിക്കർ പലപ്പോഴും BJP-യുമായി പല അനുഭാവമുള്ള ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് മറ്റാരും ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീജിത്തിനെ പറയുന്നത്. കേന്ദ്രം ഇക്കാര്യത്തിൽ നോക്കുകുത്തിയായിരുന്നാൽ മതിയോ? ഞാനൊരു കാര്യം, ആർട്ടിക്കിൾ 21, ശ്രീജിത്തൊക്കെ നന്നായി എല്ലാ തവണയും ആർട്ടിക്കിൾ 21 കുറിച്ച് പറയുന്നതാണ്. ആർട്ടിക്കിൾ 21 പ്രകാരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റുകളാണ്. അത് വനത്തിലെ കാട്ടാനകൾക്കും കടുവകൾക്കും കാട്ടുപന്നികൾക്കും മാത്രമല്ല, അവിടെ ഈ രാജ്യത്തെ വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ 30 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഗവൺമെന്റുകൾക്ക് ഉണ്ട് എന്ന് ഭരണഘടന പറയുന്നുണ്ട്. ആ ഭരണഘടന പറഞ്ഞുകൊണ്ട് ഭരണഘടനത്തിൽ മുന്നോട്ട് പോകുന്നു. നേരത്തെ സുരേഷ് ബാബു വക്കീല് വളരെ ഉദാസീനമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിലൊരു കാര്യമുണ്ട്, ABC നടപ്പിലാക്കേണ്ടതല്ലേ? അങ്ങനെ ABC നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. വിദേശ രാജ്യങ്ങളിൽ, എത്ര രാജ്യങ്ങളിൽ ഇന്നും കൂടുതൽ കാടുകളുണ്ടല്ലോ, അവിടെയൊക്കെ ഇപ്പോഴും വേട്ട, അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വേട്ട അനുവദിക്കുന്നുണ്ട്. വേട്ട അനുവദിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് അവിടെ മൃഗങ്ങളുടെ പെരുപ്പം താങ്കളിലേക്ക് ഒരു അതിനു ശ്രീജിത്ത് പണിക്കർ ഇവിടെ നമ്മുടെ